ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളിത് മാക്സിമം എല്ലാവരിലോട്ട് ഷെയർ ചെയ്യുക. വേറെ ഒന്നല്ല, ഇന്നലെ നൈറ്റ് ഒരു 12 മണിയാവുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിലോട്ട് വരൂ, എൻ്റെ ഫ്രണ്ടിന് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്തോ ശ്വാസം തിങ്ങുന്ന പോലെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഡ്രസ്സ് മാറിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ നമ്മളെ ട്രിപ്പ് കയറ്റിയിട്ട് അത് പകുതിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതവിടെ പകുതിയായിട്ട് ഇരിക്കുന്നപ്പോൾ ഞങ്ങൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഓൾറെഡി ആദ്യം പറഞ്ഞു ഇത്ര ക്ഷീണോ കാര്യങ്ങളോ വോമിറ്റിങ്ങോ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ശ്വാസം കിട്ടായാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ട് അവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ കിടത്തി. അപ്പോൾ ഉമ്മ എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങിയ സമയത്തേക്കും ഇവന് വയ്യാണ്ടായിട്ട് ഇവനൊന്ന് കണ്ണടച്ചിട്ടുണ്ട്. ഒന്ന് ഉറങ്ങിയപ്പോഴേക്കും വന്നിട്ട് നേരെ ട്രിപ്പ് ഇടുക ചെയ്ത്. അപ്പോൾ ഇത് അവന് ഉണർന്നിട്ട് ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ ക്ഷീണോ കാര്യങ്ങളോ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചപ്പോൾ എന്തോ ശ്വാസം കിട്ടാണ്ടായതാണ്. അപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകാറുണ്ടപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നിന്നു. പിന്നെ ഒന്നും കൂടെ വന്നപ്പോൾ അവന് ടെൻഷനായി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഒന്നാമത് ടെൻഷൻ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ശ്വാസം കിട്ടാനും കൂടെ ആയപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു നമ്മൾ പൊട്ടന്മാരല്ലല്ലോ, ഒന്നും അത്ര അറിയില്ല എന്നുണ്ടെങ്കിലും കുറച്ചെങ്കിലും നമുക്കറിയാം. ഒരാൾക്ക് ശ്വാസം കിട്ടാണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ട്രിപ്പ് ഇടുകയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവന് ക്ഷീണോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇത് പകുതിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലോട്ട് പൊക്കോളാം, ഇത് കയ്യിലുള്ളത് ഊരി തരാൻ പറഞ്ഞു. അപ്പോൾ അവർക്കത് ഊരി തരാൻ പറ്റില്ല, ബില്ലാക്കാണ്ട് അവരത് ഊരി തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബില്ലാക്കില്ല, നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ, ഇത് ഊരിത്തായോ എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരത് ഊരി തന്നു. പുറത്ത് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോട്ട് ഇട്ടിട്ട് ഒരു സ്ത്രീയും അവിടെ സെക്യൂരിറ്റിയും കൂടെ വന്നിട്ട് പറഞ്ഞു നിങ്ങളിത് ബില്ലാക്കുന്നില്ല, ഇത് ബില്ലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബില്ലാക്കില്ല, പറ്റില്ല, കാരണം ഒരു രോഗിനെയും കൊണ്ട് വന്ന് ശ്വാസം കിട്ടാണ്ട് വന്നിട്ട് ഇവർ ആദ്യം ചെയ്യുന്ന ട്രിപ്പ് ഇടുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 1500 ബില്ലാവാണ്ട് ഒരു എന്ത് പ്രശ്നത്തിന് പോയാലും ആദ്യം അവർ ട്രിപ്പ് ഇടുക ചെയ്യുക. ബില്ലാവാണ്ട് ആ 1500 ബില്ലാവാണ്ട് നമ്മൾ പോരില്ല. അവിടെ പോകാൻ പറ്റും, എന്തിനാണെന്നറിയോ? നമ്മളെ ക്ഷീണോ കാര്യങ്ങൾ അങ്ങനെ വയ്യാണ്ടായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം ട്രിപ്പ് ഇട്ട് കിടത്തും, അതിന് പോകാൻ പറ്റും. അല്ലാണ്ട് നോർമലി വയ്യാണ്ടായിട്ട് ഒരു മനുഷ്യന് അങ്ങോട്ട് പോകരുത്. ഇന്നലെ ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ്. എന്നിട്ട് ഈ കോട്ടിട്ട സ്ത്രീൻ്റെ അടുത്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് അവൻ ഇങ്ങനെ വയ്യാണ്ടായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇവർ ലാസ്റ്റ് ചോദിക്കുക നിങ്ങൾ ബില്ലടക്കുന്നില്ലേന്ന്. പിന്നെ അവിടെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തായാലും ഞങ്ങൾ ബില്ലടച്ചിട്ടില്ല. ഏതാ ഹോസ്പിറ്റൽ അറിയോ? നമ്മൾ എറണാകുളത്തെ എടപ്പള്ളിയിലുള്ള MAG ഹോസ്പിറ്റൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കാണാത്തവർക്കും കേൾക്കാത്തവർക്കും ഇവിടെ ഫോട്ടോ കൊടുക്കാം. ആ ഹോസ്പിറ്റല് അതിൽ വയ്യാണ്ടായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് പോകരുത്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം ട്രിപ്പ് ഇടുക ചെയ്യുക. വേറെ അസുഖങ്ങൾ ചോദിക്കുകയോ കാര്യങ്ങളോ ഒന്നുമല്ല, അവർക്ക് ബില്ലും വേണം, ആദ്യം ഇത് കയറ്റുകയും ചെയ്യും. ഒരു മനുഷ്യന് ശ്വാസം കിട്ടാണ്ട് പോയിട്ടുണ്ടായതാന്നല്ലേ. ഞങ്ങൾ ബില്ലടിച്ചൊന്നുമില്ല, ഞങ്ങൾ നേരെ വേറെ ഹോസ്പിറ്റലിലോട്ട് കാണിക്കാൻ പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ വയ്യാണ്ടായിട്ടൊന്നും ആ ഹോസ്പിറ്റലിലോട്ട് പോകാൻ നിൽക്കരുത്. കാരണം അവർ രോഗിനെ നോക്കില്ല, അവർക്ക് പൈസയേ വേണ്ടുള്ളൂ. ആദ്യം അവർ ചെന്നിട്ട് ഇത് കുത്തിയേ ചെയ്യുള്ളൂ, വേറെ ചോദിക്കുകയോ പറയുകയൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ശരി, ബൈ.